സുനാമി ഫ്ലാറ്റിൽ തന്നെ പട്ടയം തരാന്ന് പറഞ്ഞിട്ട് ഇത്ര 10 വർഷം കഴിഞ്ഞു. 16 വർഷമായി. ഇതുവരെയ്ക്ക് പുറമ്പോക്ക് സ്ഥലമാണെങ്കിൽ പട്ടയം ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അവർ പറയുമ്പോൾ നമ്മൾ പൊളിച്ചു കൊടുക്കണം. അപേക്ഷ വരുമ്പോഴെല്ലാം ഞങ്ങൾ എല്ലാവർക്കും അപേക്ഷ കൊടുക്കും. 100-300 രൂപ ചിലവാണ്. ഫോട്ടോസ്റ്റാറ്റ് അത് ഇതെല്ലാം മേടിച്ച് അപേക്ഷ കൊടുത്ത് വീടുണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ കുറച്ച് ദിവസം ചെല്ലുമ്പോഴത്തേന് പറയും ലിസ്റ്റിൽ പേര് വന്ന് പിന്നെ ആവട്ടെ. ഇവിടെ ഒരു കുടുംബത്തിൽ തന്നെ 3-4 കുടുംബം താമസിക്കുന്നവരുണ്ട്. ഒരു വീട്ടിൽ തന്നെ വീടില്ലാത്ത പാവങ്ങൾ എന്തോ ചെയ്യും? വാടകയ്ക്ക് പോലും വീട് ഇറക്കിയിട്ട് ഓരോരുത്തർക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് 2 കുടുംബക്കാർ. വീട് വേണ്ടേ? അമ്മയുടെ കൂടെ ഞങ്ങളൊക്കെ താമസിക്കുന്നത്. നമ്മളെന്താ ഇവിടെ തന്നെ ഫിഷറീസ് തന്നെ പിന്നെ വീടിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പൈസ ചിലവാക്കി എല്ലാ അപേക്ഷയും കൊണ്ട് കൊടുത്തിരുന്നപ്പോൾ അവസാനം പറയുന്നത് വീട്ടിനകത്ത് വീട് വൃത്തിയാക്കിയവർക്കൊന്നും പൈസ ഇല്ലെന്ന്, 1 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഈ സുനാമി ഫ്ലാറ്റുകാർക്ക് മാത്രം അങ്ങനെ അപേക്ഷ കൊടുത്ത് അത് ഒത്തിരി പൈസയ്ക്ക് അപേക്ഷ കൊടുത്തിരുന്നു. പിന്നെ പറയുന്നത് കുറച്ച് പേർക്ക് ലിസ്റ്റ് വന്ന് ഈ വീട് ടൈൽസ് ഇട്ടവർക്കൊന്നും വീടില്ല, അല്ലാത്തവർക്കും ഉള്ളെന്ന് പൈസ. അങ്ങനെയും കുറേ പൈസ പോയി ഈ ഫിഷറീസിൽ. പിന്നെ എന്താ ഒന്നും ഒരിടത്തൊന്നും കൊടുക്കാതിരിക്കുന്ന നല്ലത്. ഞങ്ങൾ പലവട്ടവും ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ വിറ്റിട്ട് തമിഴ്നാട്ടിൽ പോകാമെന്ന്. തമിഴ്നാട്ടിലൊക്കെ എന്താ ആനുകൂല്യങ്ങളാണെന്നറിയാം ഓരോരുത്തർക്ക്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നു. ഇവിടെ ഉള്ളവരൊക്കെ അതാ പറയുന്നത്, ഈ നാട് വിട്ടങ്ങ് പോകണം.